നിങ്ങളൊരു പ്രൊഫഷണലോ ഒരു ജോബ് സീക്കറോ അല്ലെങ്കിൽ നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ആണെങ്കിൽ നിങ്ങൾക്കറിയൂ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു എംപ്ലോയർ നിങ്ങളുടെ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. ഒരു ബിസിനസ് ഓണർ നിങ്ങളുടെ ഉള്ളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊരു വാല്യൂ ക്രിയേറ്റർ ആണോ എന്നുള്ളതാണ്. അയാളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് എന്ത് പോസിറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നു, അതിന് പറ്റിയ ഒരാളാണോ നിങ്ങൾ എന്നാണ് അവർ നിങ്ങളെ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സിലൂടെ അസസ് ചെയ്യുന്നത്. ഇനി നിങ്ങളൊരു പ്രൊഫഷണലാണെങ്കിൽ നിങ്ങളുടെ ജോബിലൂടെയും എല്ലാ വർഷവും ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി അസസ്മെൻറ്റ്, പെർഫോമൻസ് അപ്രൈസൽ നിങ്ങൾ നടക്കുമ്പോൾ അവിടെ അവർ ചെക്ക് ചെയ്യുന്നത് എന്താണ്, നിങ്ങളൊരു വാല്യൂ ക്രിയേറ്റർ ആണോ അതോ നിങ്ങളൊരു ഓർഡർ ടേക്കറാണോ. സോ എന്താണ് ഈ വാല്യൂ ക്രിയേഷൻ? നമ്മൾക്ക് എങ്ങനെ ഒരു വാല്യൂ ക്രിയേറ്ററായിട്ട് മാറാം? അതിൻ്റെ സീക്രട്ട് ഇക്വേഷൻ എന്താണ്? അവിടെ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഒരു വാല്യൂ ക്രിയേറ്ററിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ക്യാരക്ടറാണ്. ഈ പ്രൊഫഷണൽ ക്യാരക്ടർ നമ്മൾക്ക് എങ്ങനെ രൂപീകരിക്കാം? ഒരു പ്രൊഫഷണൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന് 2 ഫണ്ടമെൻ്റൽ സൈഡ്സ് ആണുള്ളത്, കോമ്പിനേഷൻസ്. ഒന്ന് വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെപ്ച്വൽ ക്ലാരിറ്റി, 2 നിങ്ങളുടെ ഒരു ക്യാരക്ടർ ആട്രിബ്യൂട്ട്സ്. നമ്മൾ പറയാറില്ലേ പ്രൊഫഷണൽ ക്യാരക്ടർ ട്രെയ്റ്റ്സ്. ഇതെങ്ങനെ ബിൽഡ് ചെയ്യാം? ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻവോൾവ് ആണ്? ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ അതിൽ കുറേ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആണ്, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണോ എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒന്നാമത് ഇൻറ്റഗ്രേറ്റഡ് സൊല്യൂഷനിങ്. എന്താണ് ഒരു വാല്യൂ ക്രിയേഷൻ ഫ്രെയിം വർക്ക്? അതുപോലെ എന്താണ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ മാനേജ്മെൻറ്റ്? നിങ്ങളൊരു വാല്യൂ ക്രിയേറ്ററായിട്ട് മാറുമ്പോൾ നിങ്ങൾ കോസ്റ്റ് റിഡക്ഷനിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഓൺടർപ്രണർഷിപ്പ് ഓറിയൻറ്റഡ് വാല്യൂ ഡെലിവറിയിലാണോ ഫോക്കസ് ചെയ്യുന്നത്? എങ്ങനെ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് ഓറിയൻറ്റഡ് വാല്യൂ ഡെലിവറിയിൽ നിന്നും ഒരു ഓൺടർപ്രണർഷിപ്പ് ഓറിയൻറ്റഡ് വാല്യൂ ഡെലിവറിയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും? ആ ഒരു ചിന്തയാണ്, ആ ഒരു മാറ്റമാണ് നമ്മളെ ഒരു വാല്യൂ ക്രിയേറ്ററായിട്ട് മാറ്റുന്നത്. അപ്പോൾ ഫണ്ടമെൻ്റലി ഈ വാല്യൂ ക്രിയേറ്റർ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ക്യാരക്ടറിൻ്റെ ഔട്ട്കമാണ്. ഇനി എന്തെല്ലാമാണ് ക്യാരക്ടർ ആട്രിബ്യൂട്ട്സ്? ചെറിയ എക്സാമ്പിൾസ് ഞാൻ തരാം. ഒന്ന്, നിങ്ങൾ എത്രത്തോളം ക്രെഡിബിളാണ്, നിങ്ങൾ അക്കൗണ്ടബിളാണ്, നിങ്ങൾ അഡാപ്റ്റബിളാണ്, അതുപോലെ നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് എന്താണ്, നിങ്ങൾ എത്രത്തോളം കൊളാബറേറ്റ് ചെയ്യാൻ വില്ലിങ് ആണ്, ക്രിട്ടിക്കൽ കോൺവെർസേഷൻസ് വരുമ്പോൾ അതിനെ ഇമോഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനുള്ള എബിലിറ്റി എന്താണ്, നിങ്ങൾ എത്രത്തോളം അതിലോട്ട് പ്രാക്ടീസ്ഡ് ആണ്. ഈ കാര്യങ്ങളും ഇതുപോലെ ഒത്തിരി ക്യാരക്ടർ ആട്രിബ്യൂട്ട്സ് ചേരുമ്പോഴാണ് ഒരു പ്രൊഫഷണൽ ക്യാരക്ടർ ബിൽഡ് ആവുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു ബെസ്റ്റ് സ്കിൽഡ് ആയിട്ടുള്ളൊരു എംപ്ലോയി, അയാൾ ക്രെഡിബിൾ അല്ല, അയാൾ ഡിപ്പെൻഡബിൾ അല്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ അയാളെ കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കുമോ? സ്വാഭാവികമായിട്ടും അത് റിസ്ക്കാണ്. കസ്റ്റമറിനോ അല്ലെങ്കിൽ നമ്മൾ ഇൻറ്റേർണൽ എംപ്ലോയീസിനോ കൊടുക്കുന്ന കമ്മിറ്റ്മെൻറ്റ്സ് ഓണർ ചെയ്യാനുള്ള അയാളുടെ എബിലിറ്റിയാണ് ക്രെഡിബിലിറ്റിയിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ ക്രെഡിബിൾ ആയിട്ടുള്ള എംപ്ലോയി അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ക്യാരക്ടർ മിസ്മാച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ നിങ്ങൾ അല്ലെങ്കിൽ ഒരു ജോബ് അന്വേഷിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളൊരു പ്രൊഫഷണൽ ക്യാരക്ടർ ബിൽഡ് ചെയ്തിട്ട് ലെറ്റ് ദാറ്റ് ബി യുവർ ഡിഫറൻഷിയേറ്റർ. നിങ്ങളുടെ ഉള്ളിലൊരു പ്രൊഫഷണൽ ക്യാരക്ടർ, ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയും പ്രൊഫഷണൽ ക്യാരക്ടർ ആട്രിബ്യൂട്ട്സും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കയ്യിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾ മെറ്റീരിയലൈസ് ചെയ്യും. അത് നിങ്ങളുടെ ഗ്രോത്തിനുള്ളൊരു കാറ്റലിസ്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ ഏത് രീതിയിലും ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ ഓർഗനൈസേഷൻ അപ്രോച്ച് ചെയ്യാം. വി ആർ ഹാപ്പി ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് യു.